അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളോ ചെറിയ കാര്യങ്ങളോ വലിയ കാര്യങ്ങളോ ഒക്കെ നമ്മൾ അല്ലാഹുവിൽ സമർപ്പിച്ചിട്ടിരിക്കുന്ന ആളുകൾ ആണോ? അല്ലാഹു സമർപ്പിക്കാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളും ഉണ്ട്. എന്നാൽ അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ ഇന്നത്തെ ആയത്ത്. സൂറത്തുൽ അത്യൂർ ആയത്ത് 48-49 പറയുന്നുണ്ട്, നീ നിന്റെ രക്ഷിതാവിന്റെ തീരുമാനത്തിന് നീ ക്ഷമാപൂർവം കാത്തിരിക്കുക. തീർച്ചയായും നീ നമ്മുടെ ദൃഷ്ടിയിലാകുന്നു. നീ എഴുന്നേൽക്കുന്ന സമയത്ത് നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക. രാത്രിയിൽ കുറച്ചു സമയവും നക്ഷത്രങ്ങൾ പിൻവാങ്ങുമ്പോഴും നീ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. അപ്പോൾ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളും ഒക്കെ അല്ലാഹുവിൽ സമർപ്പിച്ചിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ ഓർക്കുക. പരിശുദ്ധനായ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ രക്ഷിതാവിന്റെ തീരുമാനത്തിന് ക്ഷമാപൂർവം കാത്തിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ക്ഷമയുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ അല്ലാഹുവിൽ സമർപ്പിച്ച കാര്യം ഇപ്പം തന്നെ സാധിച്ചു കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. ക്ഷമയില്ലാണ്ട് നമ്മളിങ്ങനെ അതൊന്നും നടന്നില്ലെന്നേ, അതങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അല്ലാഹുവിൻ്റെ തീരുമാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അത് ഏത് സമയത്ത് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ അല്ലാഹുവിൻ്റെ ദൃഷ്ടിയിലുണ്ട്. അല്ലാഹു നമ്മളെ ഇത് നേരം കാണുന്നുണ്ട്. നമുക്ക് എപ്പോഴാണ് നമ്മൾ ചോദിച്ച കാര്യത്തിന് തീരുമാനമാക്കേണ്ടത് എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. നമുക്കത് സാധ്യമാവുന്നേ. ക്ഷമാപൂർവം കാത്തിരിക്കുക എല്ലാവരും. നീ എഴുന്നേൽക്കുന്ന സമയത്ത് നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്യുക. രാത്രിയിൽ കുറച്ച് സമയവും നക്ഷത്രങ്ങൾ പിൻവാങ്ങുമ്പോഴും നീ അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പൊക്കെ അല്ലാഹുവിനെ എപ്പോഴും ഓർക്കണം. പകലൊക്കെ നമ്മുടെ ജോലി തിരക്ക് കാരണം നമ്മൾക്കത് സാധ്യമാവില്ല എന്ന് അല്ലാഹുവിനറിയാം. എന്നാലും നമ്മളുടെ ജോലിയിലായിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന അവസരങ്ങളുള്ള ജോലികളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും അല്ലാഹു നിർബന്ധമായിട്ട് നമ്മളോട് പറയാണ്, രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് അല്ലാഹുവിനെയാണ്. രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അല്ലാഹുവിനെയാണ്. പകൽ മുഴുവൻ നമുക്ക് ആരോഗ്യവും ആയുസ്സും നീട്ടിത്തന്ന അല്ലാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങണമെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഓരോ ദിവസം മുന്നോട്ട് നിൽക്കുക.